ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം മരിക്കുമ്പോൾ എന്തു സംഭവിക്കും? ഒരു നീലത്തിമിംഗലത്തിന് അതിന്റെ ആസന്നമായ മരണം തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അത് വീടിൽ നിന്ന് 100 കിലോമീറ്റർ അകലേക്ക് നീന്തി അവസാന ശേഷിയോടെ കടലിന്റെ ഏറ്റവും ആഴത്തിലേക്ക് നേരെ ഒരു അവസാന മുങ്ങൽ നടത്തുന്നത്. ഇത് വീൽ ഫോൾ. ആദ്യം സ്രാവും ഈലും ദിവസങ്ങളോളം തിമിംഗലശവം തിന്നു. കുറച്ച് മാംസം മാത്രം അവശേഷിക്കുമ്പോൾ ചെറിയ പുഴുക്കൾ ഏറ്റെടുക്കുകയും ഇരപിടിയന്മാർ അവശേഷിപ്പിച്ചതെല്ലാം അവ തിന്നു തീർക്കുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് സോംബി പുഴുക്കളാണ്. അവ തിമിംഗലത്തിന്റെ എല്ലുകളിലേക്ക് ആസിഡ് പുറത്തുവിടുന്നു. അവയെ വിഘടിപ്പിക്കുകയും ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പുകളും പ്രോട്ടീനുകളും പുറത്തുവിടുകയും ചെയ്യുന്നു. സഹജീവി ബാക്ടീരിയ ആ പോഷകങ്ങൾ തിന്ന് ഒരുമിച്ച് അസ്ഥികൂടത്തിന്റെ ചുറ്റിലെ സസ്യങ്ങളെ പോറ്റുന്നു. ഈ പ്രക്രിയ ഏകദേശം 100 വർഷത്തോളം തുടരുന്നു. ഒരു തിമിംഗലത്തിന്റെ ശരീരത്തിന് 43 ജീവിവർഗങ്ങളെയും 12,490 ജീവികളെയും നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഒരു തിമിംഗലം മരിക്കുമ്പോൾ അത് നൂറുകണക്കിന് ജീവികൾക്ക് ജീവൻ നൽകുന്നു എന്ന് പറയപ്പെടുന്നത്. ഇത് ദൈവത്തിന്റെ രൂപകൽപ്പനയുടെ അവിശ്വസനീയമായ ജ്ഞാനം കാണിക്കുന്നു. ഒന്നും പാഴാകുന്നില്ല. സൃഷ്ടിയിലെ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഓരോ വിശദാംശവും അവന്റെ തികഞ്ഞ പദ്ധതിയുടെ ഭാഗമാണ്. ഫോളോ ഇല്ലെങ്കിൽ കാണില്ല. ഉണ്ടെങ്കിൽ അഭിനന്ദനം. ദിവസേന വളരുന്നു.